LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയും കുടുംബാംഗങ്ങളും 9 മണിക്ക് പാല സെന്റ് തോമസ് സ്കൂളിലെ 159 ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. 100% വിജയം ഉറപ്പാണെന്ന് ജോസ് കെ മാണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വോട്ടെടുപ്പ് ദിനം KM മാണിയുടെ ഓർമ്മദിനമായതിനാൽ രാവിലെ തന്നെ കത്തീഡ്രൽ പള്ളിയിലെത്തി ഓർമ്മദിനത്തിന്റെ ചടങ്ങുകൾക്ക് ശേഷമാണ് ജോസ് കെ മാണിയും കുടുംബവും വോട്ട് ചെയ്യാനെത്തിയത്. ജോസ് കെ മാണിയും ഭാര്യ നിഷ ജോസ് കെ മാണിയും മക്കളും ഒന്നിച്ചാണ് വോട്ട് ചെയ്യാനെത്തിയത്. പാർട്ടി പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. തുടർഭരണം ഉണ്ടാകുമെന്നും തുടർച്ചയായി സൈബർ ആക്രമണം നേരിടുകയാണെന്നും എന്തു വന്നാലും അതിജീവിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. 100% വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒരു ലോങ് ക്യൂ ഇവിടെയുണ്ട്. എൻ്റെ വോട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഏത് പ്രതിസന്ധിയിലും കേരള ജനതയെ ചേർത്ത് പിടിച്ച ഇടത് സർക്കാരിന് ഇവിടെയുള്ള ജനങ്ങൾ, കേരള സംസ്ഥാനത്തുള്ള ജനങ്ങൾ തീർച്ചയായും ഈ സർക്കാരിനെ ഹൃദയത്തിൽ സൂക്ഷിക്കും. മാത്രമല്ല, ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ ജനതയും ഇടതുപക്ഷത്തിനെ ചേർത്ത് പിടിക്കും. ഒരു തുടർഭരണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഈ ഭരണത്തിലേക്ക് എത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കേണ്ടത് മധ്യ കേരളമാണ്. മധ്യ കേരളം കൂടെ നിൽക്കുന്ന ആരുടെ കൂടെ നിൽക്കുന്നോ അവർക്ക് ഭരണത്തിലേക്ക് എത്താമെന്നുള്ളൊരിതുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ഉള്ളപ്പോൾ കേരള കോൺഗ്രസ് വിജയം ഒരു നിർണായകമാണ്. അപ്പോൾ മധ്യ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് പാർട്ടിക്ക് എത്രയാണോ ലഭിച്ചത് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് വിജയിച്ച് മുന്നേറും. അത് വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു മുന്നേറ്റമായിരിക്കും. കേരള സംസ്ഥാനത്തുടനീളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് പ്രതിസന്ധിയിലും ചേർത്ത് പിടിച്ചത് ഇടത് സർക്കാരാണ്. തീർച്ചയായും ആ ഇടത് സർക്കാരിനെ കേരള ജനത മുന്നേറ്റമുണ്ടാക്കും. അത് തുടർഭരണത്തിലേക്ക് കേരള സംസ്ഥാനം പോകും. ഐഫോറിയ ന്യൂസ്, പാല.